ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം വേറൊന്നുമല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് പോലെ പോകേണ്ടി വന്നു ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ഒരു 10 ഡേയ്സത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ VFE പഠിത്തം എന്ന് പറയുന്നത് കുറച്ച് ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എനിക്ക് ഇടാനും പറ്റുന്നില്ല. ഇനി മുതൽ മാക്സിമം ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സമാധാനത്തിൽ കണ്ടത്. അത്യാവശ്യം കണ്ടപ്പോൾ എനിക്ക് നല്ല ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. മറ്റുള്ള എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഈസി ക്വസ്റ്റ്യൻസ് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ എനിക്ക് തോന്നിയത് PYQ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. PYQ കുറേ ചോദിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലെ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ എക്സാം എഴുതുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് കൂടുതലും വന്നത്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ബുക്ക് എടുത്ത് വായിച്ചതാട്ടോ. പക്ഷേ ഒരുപാട് നേരമൊന്നും വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഉറക്കം വന്നു. പിന്നെ എന്നോട് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ബുക്ക് എടുത്ത് വായിച്ചിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സാമൊക്കെ? എല്ലാവർക്കും എളുപ്പമായിരുന്നോ അതോ ടഫായിരുന്നോ? എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ലൊരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് തോന്നിയത്. ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കി. എനിക്കൊരു 70 എബവ് മാർക്സ് കിട്ടുന്നുണ്ട് അതിൽ. കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. 70 എബവ് എന്തായാലും മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയ ഏരിയ എന്ന് പറഞ്ഞാൽ സയൻസ് കുറച്ച് ടഫാക്കിയതുപോലെ തോന്നിയിട്ടുണ്ട്. സയൻസിൽ കെമിസ്ട്രിയാണ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത്. കെമിസ്ട്രി കുറച്ച് ടഫ് പോലെ എനിക്ക് തോന്നി. പിന്നെ ബാക്കിയൊന്നും അത്യാവശ്യം, അതുപോലെ തന്നെ ഫിസിക്സ് കുറച്ച് ടഫ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടുതലും കെമിസ്ട്രിയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ മാത്സ് അത്യാവശ്യം കുഴപ്പമില്ല, ഈസി ആയിരുന്നു. എന്നാൽ മാത്സിൽ കുറച്ച് ബേസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ചൊന്ന് പെട്ടുപോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ടൈം എടുക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നി. അങ്ങനെ പേഴ്സണലി എനിക്ക് തോന്നി. അതായത് നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറേ ടൈം നമ്മൾ മാത്സിൽ എടുക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓവറോൾ എക്സാമിൻ്റെ ടൈം നമുക്ക് കിട്ടില്ല. അപ്പോൾ മാത്സിൽ കുറച്ച് സമയം എടുത്ത് ചെയ്യുമ്പോൾ എക്സാമിൻ്റെ ടൈം കഴിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും നെഗറ്റീവ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കുറേ നെഗറ്റീവ്സ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ കുറവ് പോലെ തോന്നി കണ്ടിട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി എത്ര മാർക്ക് കിട്ടിയവർക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 65+ മാർക്സ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെയാണ് ക്വസ്റ്റ്യൻ ലെവൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. 65 എബവ് ആയിരിക്കും എന്തായാലും കട്ട് ഓഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും മാർക്സ് ഉള്ളവരെന്തായാലും പഠിച്ചു തുടങ്ങുക. അല്ലാത്തവർ പഠിക്കേണ്ടെന്നല്ല, നമുക്ക് VFAയുടെ എക്സാം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാമല്ലോ. സോ പഠിക്കുന്നത് ഒരിക്കലും എന്തായാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന എക്സാമിന് വേണ്ടി പഠിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും നമ്മളുടെ ബ്രെയിനിൽ അത് ഉണ്ടാവും. അപ്പോൾ മാർക്ക് കുറഞ്ഞവരാരും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഇനി 2027 നമുക്ക് വലിയൊരു എക്സാം വരുന്നുണ്ട്, LDC. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു എക്സാമിന് നമുക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.